വെൻ ദി ഫോൺ റിങ്സ് എന്ന ഓൺഗോയിങ് കൊറിയൻ ഡ്രാമയാണ് നമ്മൾ ഇന്ന് മുതൽ കാണാൻ പോകുന്നത്. കൊറിയയിലെ രണ്ട് പൊളിറ്റിക്കൽ ഫാമിലീസിൽ ജനിച്ച ഹീറോയും ഹീറോയിനും പേരൻസിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി വിവാഹം കഴിക്കേണ്ടി വരുന്നു. വിവാഹം കഴിഞ്ഞ് 3 വർഷങ്ങളായിട്ടും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പറയത്തക്ക പുരോഗതി ഒന്നുമില്ല. രണ്ടുപേരും പരസ്പരം സംസാരിക്കാറ് പോലുമില്ല. അതിനൊരു കാരണം ഹീറോയിന് സെലക്റ്റീവ് മ്യൂട്ടിസം എന്നൊരു അസുഖമുണ്ട് എന്നതും കൂടിയാണ്. അതായത് ചെറുപ്പത്തിൽ സംഭവിച്ച ഒരു ആക്സിഡന്റിന്റെ ഷോക്ക് കാരണം അവളുടെ സംസാരശേഷി നഷ്ടപ്പെട്ടതാണ്. ഇവരുടെ വിവാഹം കുടുംബത്തിലെ അടുത്ത ബന്ധുക്കൾ മാത്രം അറിഞ്ഞ് വളരെ രഹസ്യമായി നടന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഭാര്യാഭർത്താക്കന്മാരാണ് എന്ന് പുറമെ ആർക്കും അറിയില്ല. അങ്ങനെ സീക്രട്ടീവായ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ പെട്ടെന്നൊരു ദിവസം ഒരു വില്ലൻ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അതോടെ രണ്ടുപേരുടെയും ലൈഫ് തന്നെ കീഴ്മേൽ മറിയുകയാണ്. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള, അതേപോലെ തന്നെ രസകരമായിട്ടുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡ്രാമയാണിത്. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് ഡ്രാമയിലേക്ക് കടക്കാം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഹീറോ പാക് സാവോൺ ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് കാറിൽ വന്നിറങ്ങുന്നതാണ്. അവൻ തനിച്ചാണ് അകത്തേക്ക് കയറി ചെല്ലുന്നത്. അവിടെ വന്നിട്ടുള്ള ഗസ്റ്റുകളിൽ കൂടുതൽ പേരും ഫോറിനേഴ്സാണ്. അവരൊക്കെ സാവോണിനെ കണ്ട് അവൻ്റെ ലുക്കിനെ പുകഴ്ത്തി കമൻസ് അടിക്കാൻ തുടങ്ങുന്നുണ്ട്. അവൻ പക്ഷെ അതൊന്നും അത്ര ശ്രദ്ധിക്കാതെ ആരെയോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ അവൻ വെയിറ്റ് ചെയ്തിരുന്ന ആൾ അവൻ്റെ അടുത്തേക്ക് വരുന്നു. മറ്റാരുമല്ല, നമ്മുടെ ഹീറോയിൻ ഹോങ് ജോ ആണത്. അതായത് അവൻ്റെ വൈഫ്. പാർട്ടിക്ക് അനുയോജ്യമായ രീതിയിൽ ഡ്രസ്സ് ചെയ്താണ് അവൾ വന്നിട്ടുള്ളത്. അവൾ അവൻ്റെ അടുത്തെത്തി കയ്യിൽ ചേർത്ത് പിടിക്കുന്നു. അവൾ അവൻ്റെ വൈഫാണ് എന്നുള്ള വിവരം മറ്റാർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാവരും അവൾ ആരാണ്, അവൻ്റെ വൈഫാണോ എന്നൊക്കെ പരസ്പരം സംശയം പറയാൻ തുടങ്ങുന്നുണ്ട്. ഹീജു ഇതൊക്കെ കേട്ട് ആകെ ടെൻഷൻ ആവുന്നത് കണ്ട്, നീ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, അവരെല്ലാവരും എന്നെയാണ് നോക്കുന്നത്. നമ്മുടെ റിലേഷനെ പറ്റി ഇവിടെ ആരും തെറ്റിദ്ധരിക്കാതിരിക്കാൻ മാത്രം നീ ഇന്ന് രാത്രി ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൻ അവളെയും കൂട്ടി മുകളിലേക്ക് പോകുന്നു. ഇനി തലേ ദിവസം നടന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. സെലക്റ്റീവ് മ്യൂട്ടിസം കാരണം ഹീജുവിന് സംസാരിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ. സംസാരിക്കാൻ കഴിയില്ലെങ്കിലും സൈൻ ലാംഗ്വേജ് ഇൻ്റർപ്രറ്ററായി അവൾ ഒരു ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അന്ന് ലൈവ് ന്യൂസിനിടയിൽ എന്തോ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം അവളുടെ വീഡിയോ കുറച്ച് ലാഗ് ആവുന്നു. ഇപ്പോൾ സ്ക്രീനിൽ സ്റ്റക്കായിരിക്കുന്ന വീഡിയോയിൽ അവൾ മിഡിൽ ഫിംഗർ കാണിച്ച് തെറി വിളിക്കുന്നത് പോലെയാണ് തോന്നുക. അത് കാരണം അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും അവരത് പെട്ടെന്ന് തന്നെ പരിഹരിക്കുന്നു. അവിടെ ലൈവായി ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുന്നത് യൂരി എന്ന പെൺകുട്ടിയാണ്. ന്യൂസ് സെഷൻ കഴിഞ്ഞപ്പോൾ അബദ്ധത്തിലാണെങ്കിലും ഹീജു മിഡിൽ ഫിംഗർ കാണിച്ചത് വളരെ നന്നായി. പ്രോഗ്രാം ഡയറക്ടർക്ക് കുറച്ച് അഹങ്കാരമുണ്ടായിരുന്നു. അയാൾക്ക് ഇപ്പോൾ ഒരു മറുപടി നൽകിയതുപോലെ ആയി എന്നൊക്കെ പറഞ്ഞ് യൂരി ഹീജുവിനെ അഭിനന്ദിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നൊരു ലൈവ് സ്ട്രീമിംഗ് നടക്കാൻ പോവുകയാണ് എന്ന അറിയിപ്പ് അവർക്ക് കിട്ടുന്നത്. ഹീജുവിന്റെ അന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞതായി അവിടെയുള്ളവർ അറിയിക്കുന്നതിനാൽ അവൾ തിരികെ പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു. അവൾ അങ്ങനെ പോകാൻ തുടങ്ങുമ്പോഴാണ് പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നുള്ള സ്ട്രീമിംഗ് തുടങ്ങിയത്. പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നും മറ്റുമുള്ള അറിയിപ്പുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രസിഡന്റിന്റെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള സാവോനാണ്. യൂരി അവൻ്റെ വലിയൊരു ഫാനാണ്. അതുകൊണ്ട് തന്നെ അവൾ വളരെ താല്പര്യത്തോടെ ലൈവ് സ്ട്രീമിംഗ് കാണാൻ തുടങ്ങുന്നു. ഹീജുവും കുറച്ച് സമയം അത് ശ്രദ്ധിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു നാഷണൽ ഇഷ്യൂവിനെ പറ്റിയായിരുന്നു സാവോൺ പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചത്. കുറച്ച് തീവ്രവാദികൾ അവിടുത്തെ ആരെയൊക്കെയോ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. അവരെ വിട്ടയക്കാൻ വേണ്ടി വലിയൊരു തുക മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിൽ ഗവൺമെന്റിന്റെ തീരുമാനം എന്താണെന്ന് അറിയിക്കാനാണ് അവൻ ഇപ്പോൾ ഈ പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത്. പക്ഷെ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലെ പണം നൽകാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പകരം തങ്ങളുടെ ഗവൺമെന്റിന്റെ സകല സോഴ്സസും ഉപയോഗിച്ച് അവരെ രക്ഷപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഗവൺമെന്റിന്റെ തീരുമാനമാണ് അവൻ അറിയിച്ചത്. വളരെ റിസ്ക്കുള്ള കാര്യമായതുകൊണ്ട് തന്നെ അവൻ്റെ തീരുമാനം കേട്ടപ്പോൾ എല്ലാവരും കുറച്ച് ടെൻഷൻ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഹീജു നിന്റെ അടുത്ത് നിന്ന് ഇത്രയൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന മട്ടിൽ അവിടെ നിന്ന് തിരികെ പോകുന്നുണ്ട്. പോകുന്നതിനിടയിൽ അവൾ തിരിഞ്ഞു നിന്ന് അവനെ നോക്കി മിഡിൽ ഫിംഗർ കാണിച്ചിട്ടാണ് പോയത്. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും അവരുടെ റിലേഷൻ എങ്ങനെ ആയിരിക്കുമെന്ന് ഇപ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. ലൈവ് സ്ട്രീമിംഗ് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മീഡിയാസിനുള്ള മറ്റൊരു അറിയിപ്പ് കൂടി സാവോൺ നൽകുന്നുണ്ട്. അപ്പോൾ സമയം 5 മണിയായിരിക്കുന്നു. അപ്പോൾ മുതൽ മീഡിയാസിന് ഈ വിഷയത്തിൽ ഒരു കൺട്രോൾ ഏർപ്പെടുത്തുകയാണ്. ഇനി ഈ വിഷയത്തെക്കുറിച്ച് ഒരു മീഡിയയും റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് അവൻ അറിയിക്കുന്നു. പക്ഷേ ഫോറിൻ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മൾ മാത്രം ഇങ്ങനെ ഒരു കൺട്രോൾ ഏർപ്പെടുത്തി കഴിഞ്ഞാലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെക്കുറിച്ച് പോസ്റ്റുകൾ വരികയും ന്യൂസുകൾ വരികയും ചെയ്താൽ എന്ത് ചെയ്യും എന്ന് ഒരു റിപ്പോർട്ടർ അവനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ പ്രതിനിധികളെല്ലാം ഇപ്പോൾ ഇവിടെയുണ്ട്. നിങ്ങൾ പറയുന്നത് മാത്രമേ ജനങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാവുകയുള്ളൂ. അല്ലാതെയുള്ള ഫേക്ക് ന്യൂസുകളൊന്നും ആരും വിശ്വസിക്കാൻ തയ്യാറാവില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ തന്നെ എല്ലാവരും ഇനി ഒരു അറിയിപ്പുണ്ടാവുന്നത് വരെ ഈ വിഷയത്തെക്കുറിച്ച് യാതൊരു ന്യൂസും റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് അവൻ തൻ്റെ തീരുമാനം അറിയിച്ചിട്ട് പുറത്തേക്ക് പോകുന്ന കൂട്ടത്തിൽ തൻ്റെ ടീം മെമ്പേഴ്സിന് അവൻ ഓരോ ഡയറക്ഷൻസ് നൽകുന്നുണ്ട്. അവൻ ഓഫീസിലെത്തിയ ശേഷവും പലരും ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടി അവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. ഹീജു ഈ സമയം അവളുടെ അമ്മയ്ക്കൊപ്പം സാവോണിൻ്റെ അമ്മയുമായിട്ടുള്ള ഒരു മീറ്റിങ്ങിലായിരുന്നു. അടുത്ത പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ഷൻ അടുത്ത് വരികയാണ്. ഇനി അതിന് 1 മാസം കൂടിയേ ഉള്ളൂ. അതുകൊണ്ട് ഹീജു അവളുടെ ജോലി റിസൈൻ ചെയ്തിട്ട് അവളുടെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് സാവോണിൻ്റെ അമ്മ അവളോട് ആവശ്യപ്പെടുന്നു. അല്ലെങ്കിലും അവൾ ജോലിക്ക് പോകുന്നതിനോട് അവർക്ക് താല്പര്യമില്ല.
വിവാഹം കഴിഞ്ഞ 2 വർഷത്തോളം വീട്ടിൽ തനിച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞതിനാൽ അവൾ കുറച്ച് ഫ്രീ ആയിക്കോട്ടെ എന്ന് കരുതിയായിരിക്കണം സാവോൺ അവളെ ജോലിക്ക് അയച്ചത്. ഇനിയിപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് അത് റിസൈൻ ചെയ്യാൻ അവൻ്റെ അമ്മ അവളോട് ആവശ്യപ്പെടുന്നു. അവൾ അതിന് മറുപടിയൊന്നും നൽകുന്നില്ല. അപ്പോഴാണ് അവളുടെ സെലക്റ്റീവ് മ്യൂട്ടിസത്തിന് വ്യത്യാസമൊന്നുമില്ല എന്ന് അവർ ചോദിച്ചത്. അതിന് മറുപടി നൽകിയത് ഹീജുവിൻ്റെ അമ്മയാണ്. അങ്ങനെ അവൾ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ, അവളുടെ വായ ഇങ്ങനെ അടഞ്ഞിരിക്കുന്നത് തന്നെയല്ലേ നല്ലത് എന്ന് ഹീജുവിൻ്റെ അമ്മ ചോദിക്കുന്നു. അത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് സാവോണിൻ്റെ അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഹീജുവിൻ്റെ അമ്മ അവരോട് മറ്റെന്തോ പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവരത് കേൾക്കാൻ നിൽക്കാതെ പോവുകയാണ് ചെയ്തത്. അവരിങ്ങനെ തന്നെ അവോയ്ഡ് ചെയ്ത് പോകുന്നത് ഹീജുവിൻ്റെ അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിൻ്റെ ദേഷ്യം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഹീജുവിനോടാണ് അവരത് തീർത്തത്. അവൾ ചായ കുടിക്കാൻ തുടങ്ങിയിട്ട് അതിന് സമ്മതിക്കാതെ അവരത് വാങ്ങി താഴെ വെച്ചിട്ട്, നീ മറ്റൊരാളുടെ ഭർത്താവിനെ തട്ടിയെടുത്തെങ്കിൽ നിനക്കത് നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കൂടെ, അല്ലാതെ ഇങ്ങനെ നശിപ്പിക്കാനാണോ ശ്രമിക്കേണ്ടത്? നീ ആരാണെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പത്രത്തിന്റെ ഉടമയുടെ 2ാമത്തെ മകളാണ് നീ, അതേപോലെ ഭാവി പ്രസിഡന്റിന്റെ മരുമകളും. അതിനനുയോജ്യമായ രീതിയിൽ നിന്റെ പ്രവൃത്തികൾ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ അമ്മ അവളെ കുറെ കുറ്റപ്പെടുത്തുന്നു. ഹീജു അതിനോടും പ്രത്യേകിച്ച് പ്രതികരണമൊന്നുമില്ലാതെ ഇരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് അവൾ തിരികെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുന്നുണ്ട്. ഈ സമയത്ത് വളരെ നന്നായി മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി ഹീജുവിൻ്റെ കൺട്രോളിൽ നിൽക്കാതാവുന്നു. അവൾ സെലക്ട് ചെയ്ത റൂട്ടിൽ നിന്ന് മാറി മറ്റൊരു വഴിയിലൂടെ വണ്ടി ഓടാൻ തുടങ്ങുന്നു. അവൾ എത്ര ചെയ്തിട്ടും വണ്ടി നിർത്താനോ സ്പീഡ് കുറയ്ക്കാനോ ഒന്നും അവൾക്ക് പറ്റുന്നില്ല. ഇതേ സമയത്ത് തന്നെ റോഡിൽ ഒരു ഭാഗത്ത് ഒരാൾ ക്യാപ്സൂൾ പോലെ എന്തോ ഒരു സാധനം റോഡിലേക്ക് ഇട്ടിട്ട് അയാളുടെ കയ്യിലിരുന്ന ഫോണിൽ ഹീജുവിൻ്റെ വണ്ടിയുടെ ലൊക്കേഷൻ പരിശോധിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണാം. വണ്ടി ഇപ്പോൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അയാൾക്ക് ഇപ്പോൾ ഫോണിൽ അറിയാൻ സാധിക്കുന്നുണ്ട്. വണ്ടി ഇപ്പോൾ തന്നെ തോന്നുന്ന വഴിയിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെയോ ഭാഗ്യം കൊണ്ട് ഇതുവരെ ആക്സിഡൻ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. അവൾ ബ്രേക്ക് ചവിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബ്രേക്ക് കിട്ടുന്നില്ല. അങ്ങനെ വണ്ടി മുന്നോട്ട് പോകുന്നു. അവസാനം ഒരു സ്ഥലത്തെത്തി അത് തനിയെ നിൽക്കുന്നുണ്ട്. ഇതിനു മുമ്പ് തന്നെ അപകടം സംഭവിക്കുമെന്ന് പേടിച്ച് ഹീജു താഴേക്ക് കുഞ്ഞിരിക്കുകയായിരുന്നു. വണ്ടി നിന്ന് കഴിഞ്ഞപ്പോൾ അവൾ തല ഉയർത്തി നോക്കുന്നു. റോഡിൻ്റെ റോങ് സൈഡിലാണ് ഇപ്പോൾ അവളുടെ വണ്ടി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവൾ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായി ഡോർ തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അതിനും പറ്റുന്നില്ല. ഡോർ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആയിരിക്കുകയാണ്. വണ്ടിയിലെ റേഡിയോയിൽ അവൾ ന്യൂസിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ അതും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇങ്ങനെ അതുവരെ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ച് നോക്കിയപ്പോഴാണ് വണ്ടി ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. മുമ്പ് ഒരു തവണ ന്യൂസിൽ ഹാക്കിങ്ങിനെ കുറിച്ച് അവൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അതിൽ പറഞ്ഞതുപോലെയൊക്കെയാണ് ഇപ്പോൾ തനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയും ആരോ ഹാക്ക് ചെയ്തിരിക്കുകയാണ് എന്ന് അവൾക്ക് ബോധ്യമാവുന്നു. ഹീജു ഇങ്ങനെ ഡോറ് തുറക്കാനൊന്നും പറ്റാതെ ആകെ പേടിച്ചിരിക്കുന്ന ആ സമയത്താണ് അവൾക്ക് ഓപ്പോസിറ്റായിട്ട് ഒരു ലോറി വരുന്നത്. അവളുടെ വണ്ടി കിടക്കുന്നതിന് നേരെ തന്നെയാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. മരണം അടുത്തെത്തി കഴിഞ്ഞു എന്ന് പേടിച്ച് അവൾ മുഖം അമർത്തിപ്പിടിച്ച് കുഞ്ഞിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് സാവോണിനെയാണ്. അവൻ്റെ ഓഫീസിൽ കണ്ടിന്യൂസ് ആയി പല ഭാഗത്തു നിന്നും കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഹോസ്റ്റേജുകളുമായി ബന്ധപ്പെട്ട വിഷയത്തെ തുടർന്ന് അവൻ്റെ ഓഫീസിലുള്ള എല്ലാവരും നല്ല ബിസിയായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച ന്യൂസുകൾ ഓരോരുത്തരും റിപ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റിയുമൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് അവൻ നേരത്തെ റിപ്പോർട്ടിംഗ് നടത്തിയ ലൈവ് സ്ട്രീമിങ്ങിൻ്റെ ന്യൂസ് വന്നിരിക്കുന്നതിൽ ഒരെണ്ണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോട്ടോസ് ഒന്നും അവന് ഇഷ്ടപ്പെടാതിരുന്നത്. അത് തൻ്റെ ടീം അംഗങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ആ ഫോട്ടോസ് എല്ലാം റിമൂവ് ചെയ്യാൻ അവൻ ആവശ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം അവൻ തിരികെ അവൻ്റെ ക്യാബിനിലേക്ക് എത്തുന്നു. ആ സമയത്തും അവൻ്റെ ഫോണിലേക്ക് പല ഭാഗത്തു നിന്നും കോളുകളും മെസ്സേജും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നും അവൻ അറ്റൻഡ് ചെയ്യുന്നില്ല. ഫോണിൻ്റെ ചാർജ് തീരാറായിരിക്കുന്നു. ഇനി ആകെ 3% കൂടി മാത്രമേ ബാറ്ററി പവർ ഉള്ളൂ. ഹീജുവിൻ്റെ കാറിന് നേരെ വന്ന ലോറി ഈ സമയം അവളെ പാസ് ചെയ്ത് പോയിരുന്നു. അവളുടെ ഭാഗ്യം കൊണ്ട് വണ്ടിയിൽ ഇരിക്കാതെ ജസ്റ്റ് മിസ്സായിട്ടാണ് അത് പാസ് ചെയ്ത് പോയത്. കുറച്ച് സമയം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാത്തതിനാൽ അവൾ തലയുയർത്തി നോക്കിയപ്പോഴാണ് ജീവൻ രക്ഷപ്പെട്ടു എന്നറിയുന്നത്. പക്ഷെ അവൾക്ക് ആശ്വസിക്കാൻ പറ്റുന്ന വിധത്തിലായിരുന്നില്ല കാര്യങ്ങൾ. കാരണം അവളുടെ വണ്ടി നിൽക്കുന്നതിൻ്റെ എതിർവശത്തായി റോഡിൻ്റെ മറു സൈഡിൽ ബ്ലാക്ക് റെയിൻകോട്ടൊക്കെ ധരിച്ച ഒരാൾ നിൽക്കുന്നത് അവൾക്ക് കാണാൻ സാധിക്കുന്നു. തന്നെ തന്നെയാണ് അയാൾ ശ്രദ്ധിക്കുന്നത് എന്ന് മിന്നലിൻ്റെ വെളിച്ചത്തിൽ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അയാൾ ഒരു മാസ്ക് ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാളുടെ കണ്ണുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്ത് കാണാൻ പറ്റുന്നത്. ആ കണ്ണുകൾക്ക് 2 നിറമാണ് എന്ന് മിന്നലിൻ്റെ വെളിച്ചത്തിൽ ഹീജു കാണുന്നു. അയാളാണെങ്കിൽ ഫോൺ ഓഫ് ചെയ്തിട്ട് അവളുടെ വണ്ടിക്ക് നേരെ നടക്കുകയാണ്. അയാൾ വണ്ടിയുടെ അടുത്തേക്ക് എത്തിയതും ഡോർ ലോക്ക് തനിയെ ഓപ്പൺ ആവുന്നുണ്ട്. ഹീജു അത് വീണ്ടും ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് വീണ്ടും തനിയെ തുറക്കുന്നു. അങ്ങനെ അയാൾ അവളുടെ അടുത്തെത്തി വണ്ടിക്കുള്ളിലേക്ക് കയറുന്നുണ്ട്. സാവോൺ ഈ സമയം ഓഫീസിൽ നല്ല തിരക്കിലാണ്. അവൻ്റെ ഒരു അസിസ്റ്റൻറ്റും അവൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഈ സമയത്താണ് അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. കുറേ സമയമായി അതിലേക്ക് കണ്ടിന്യൂസ് കോൾ വരുന്നതുകൊണ്ട് അവനൊന്നും ശ്രദ്ധിക്കുന്നേയില്ല. അസിസ്റ്റൻ്റ് അടുത്ത് നിൽപ്പുണ്ടായിരുന്നതുകൊണ്ട് വന്ന ആ നമ്പർ ചെക്ക് ചെയ്തിട്ട് ഏതോ വിദേശത്ത് നിന്നുള്ള നമ്പറാണ് എന്ന് തോന്നുന്നുവെന്ന് അവനോട് പറയുന്നു. ഈ ഹോസ്റ്റേജുകളുമായി ബന്ധപ്പെട്ട വിഷയം ഉള്ളതുകൊണ്ട് തന്നെ വിദേശത്ത് നിന്നുള്ള കോളാണ് എന്ന് കരുതി സാവോൺ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ മറുവശത്ത് നിന്ന് ആദ്യം റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല. അവൻ കോൾ കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മറുവശത്തുള്ള ആൾ സംസാരിച്ച് തുടങ്ങിയത് തന്നെ. സംസാരിച്ചെങ്കിലും ആദ്യമൊക്കെ അവനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ അയാൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. എനിക്ക് നല്ല തിരക്കുണ്ട്, പ്രധാനപ്പെട്ട ഒന്നും പറയാനില്ലെങ്കിൽ ഞാൻ കോൾ കട്ട് ചെയ്യാൻ പോവുകയാണ് എന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നിന്റെ ഭാര്യയെ ഞാൻ കൊല്ലും എന്ന് മറുവശത്തുള്ള അയാൾ ഭീഷണിപ്പെടുത്തിയത്.
പക്ഷേ അതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ സാവോന്റെ ഫോൺ ഓഫ് ആവുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ അത് ചാർജ് ചെയ്തിട്ട് ഫോൺ ഓൺ ആക്കുന്നു. കൂട്ടത്തിൽ അസിസ്റ്റന്റിനെ പുറത്തേക്ക് പറഞ്ഞയച്ച ശേഷം അവൻ അമ്മയെ വിളിച്ച് ഹിജുവിനെ അന്ന് കണ്ടിരുന്നു എന്ന് അന്വേഷിക്കുന്നു. കുറച്ചു മുമ്പ് അവളെ മീറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം അവൾ അവളുടെ അമ്മയ്ക്കൊപ്പം പോയി എന്ന് അമ്മ പറഞ്ഞറിയുന്നതിനാൽ അവൻ ഹിജുവിന്റെ അമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അവരോട് ചോദിച്ചപ്പോൾ ഹിജു അവിടെ ഉണ്ട്, ഡിന്നർ കഴിഞ്ഞ് തിരികെ വിടാം എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഹിജു അവിടെ ഉണ്ടായിരിക്കും എന്ന ആശ്വാസത്തിൽ അവൻ ഫോൺ വെച്ചിട്ട് പുറത്തേക്ക് എന്ന് സ്റ്റാഫ്സിനോട് കുറച്ചു മുമ്പ് തന്നെ വിളിച്ച നമ്പർ ട്രേസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അവൻ തിരിച്ച് സീറ്റിലെത്തിയപ്പോഴേക്കും ആ നമ്പറിൽ നിന്ന് അവന് വീണ്ടും കോൾ വരുന്നുണ്ട്. അതൊരു പ്രാങ്ക് കോൾ ആണ് എന്നാണ് അവൻ ഇപ്പോൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൾ അറ്റൻഡ് ചെയ്തിട്ട് അവൻ ആദ്യം ചോദിച്ചത് നീ എൻ്റെ ഭാര്യയെ കൊന്നോ എന്നാണ്. കുറച്ചു മുമ്പ് നീ എൻ്റെ ഭാര്യയെ കൊല്ലുമെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ പിന്നെ അത് ചെയ്യേണ്ട സമയം കഴിഞ്ഞല്ലോ. എൻ്റെ ഭാര്യ ആരാണെന്നെങ്കിലും നിനക്കറിയാമോ? നീ ന്യൂസ് ഒന്നും കാണാറില്ലേ? ഇങ്ങനെ പ്രാങ്ക് കോൾ ഒന്നും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലല്ല ഞാനിപ്പോൾ. എനിക്ക് ഒരുപാട് തിരക്കുണ്ട് എന്ന് പറഞ്ഞ് അവൻ വീണ്ടും കോൾ കട്ട് ചെയ്യാൻ ഒരുങ്ങുന്നു. ഇനി കോൾ കട്ട് ചെയ്താൽ ഉറപ്പായും അവളെ കൊല്ലുമെന്ന് കിഡ്നാപ്പർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എങ്കിൽ പിന്നെ അത് തന്നെ ട്രൈ ചെയ്യാൻ സാവോണും പറയുന്നു. അവൻ ഇങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് കിഡ്നാപ്പർ തീരെ പ്രതീക്ഷിച്ചിരുന്നതല്ല. അതുകൊണ്ട് തന്നെ അയാളൊന്ന് ഷോക്ക് ആവുന്നുണ്ട്. അവളെ വിട്ടയക്കണമെങ്കിൽ നൽകേണ്ട തുകയെപ്പറ്റി അയാൾ സംസാരിച്ച് നോക്കുന്നു. വിക്കുള്ളതുപോലെയാണ് അയാളുടെ സംസാരം. അയാൾ ആവശ്യപ്പെടുന്നത് പോലെയുള്ള തുക നൽകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് സാവോൺ വീണ്ടും ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അയാൾ സ്പീക്കറിൽ ഇട്ടുകൊണ്ടായിരുന്നു ഇതുവരെയും സംസാരിച്ചത്. അതുകൊണ്ട് ഹിജു ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ ഇങ്ങനെ തന്നെയായിരിക്കും പ്രതികരിക്കുക എന്നറിയാവുന്നത് പോലെയാണ് അവൾ ഇരിക്കുന്നത്. പക്ഷെ കിഡ്നാപ്പർ തീരെ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ലല്ലോ സാവോണിന്റെ റിയാക്ഷൻ. അതുകൊണ്ട് തന്നെ അയാൾ ആകെ വയലന്റ് ആവുന്നു. അതിന്റെ കല്ല് തീർക്കാനായി അയാൾ ഹിജുവിനെ കൊല്ലാൻ തുടങ്ങുന്നു. ആദ്യം കത്തി അവളുടെ കഴുത്തിന് നേരെ നീട്ടിയെങ്കിലും പിന്നീട് അത് മാറ്റി ഒരു കയറെടുത്ത് അത് ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ അയാൾ ശ്രമിക്കുന്നു. ഹിജു തന്നെയാണ് ഇപ്പോഴും ഡ്രൈവ് ചെയ്യുന്നത്. കഴുത്തിൽ കയർ മുറുകുന്നതനുസരിച്ച് അവളുടെ കൺട്രോൾ തെറ്റി വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ തുടങ്ങുന്നുണ്ട്. അവൾ ശ്വാസം കിട്ടാതെ പിടയുന്നതൊക്കെ കണ്ടപ്പോൾ കിഡ്നാപ്പർ അതൊക്കെ ശരിക്കും ആസ്വദിക്കുന്നു. എനിക്ക് ഈ എക്സ്പ്രഷൻ വളരെ ഇഷ്ടമാണ് എന്ന് അവൻ പറയുന്നുമുണ്ട്. അവൻ ശരിക്കും ഒരു സൈക്കോ ആണെന്നാണ് തോന്നുന്നത്. കുറച്ചു നേരം അവളെ അങ്ങനെ വേദനിപ്പിച്ച ശേഷം അയാൾ പിടിവിടുന്നു. സാവൻ എന്താണ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? നീ അവന്റെ ഭാര്യ തന്നെ അല്ലേ? അതോ അവനിനി വേറെ ഭാര്യ ഉണ്ടോ? എത്ര ഭാര്യമാരുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അവൻ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന ഭാര്യ നീ തന്നെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നിനക്കിനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും സാവന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. അവൻ പക്ഷെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ആ കലിപ്പിൽ കയ്യിലെണ്ണ കത്തികൊണ്ട് അയാൾ ഹോംജിരിക്കുന്ന സീറ്റിലേക്ക് ഞാഞ്ഞ് കുത്തുന്നുണ്ട്. കുറേ തവണ അങ്ങനെ കുത്തുന്ന കൂട്ടത്തിൽ ഒരു തവണ കത്തി സ്ലിപ്പായി അവളുടെ കഴുത്തിൽ ചെറിയൊരു മുറിവുണ്ടാവുന്നുണ്ട്. അയാൾ പക്ഷെ അതൊന്നും കാര്യമാക്കാതെ കയ്യിലുണ്ടായിരുന്ന ഫോണിനെ പറ്റി അവളോട് പറയാൻ തുടങ്ങുന്നു. ഈ ഫോണിന്റെ പ്രത്യേകത എന്താണെന്ന് നിനക്കറിയാമോ? ഇതിൽ നിന്ന് സാവോണിനെ മാത്രമേ വിളിക്കാൻ പറ്റുകയുള്ളൂ. ശബ്ദം ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. VPN ഉള്ളതുകൊണ്ട് 10 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കാതെ കോൾ ട്രേസ് ചെയ്യാൻ പറ്റില്ല. ഈ വണ്ടിയുടെ കൺട്രോളിങ്ങും ഞാൻ നേരത്തെ തന്നെ സെറ്റ് ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് വണ്ടി നേരെ പോയിക്കോളും. അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ കണക്ക് കൂട്ടിയിട്ട് നന്നായി പ്ലാൻ ചെയ്താണ് ഞാൻ ഈ അറ്റംപ്റ്റ് നടത്തിയത്. പക്ഷേ സാവോൺ അവൻ എൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചു എന്നൊക്കെ അയാൾ ഭ്രാന്തമായി പറയുന്നു. സാവോണിന് കോൾ ചെയ്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈ സമയത്ത് വീണ്ടും കോൾ അറ്റൻഡ് ആവുന്നുണ്ട്. സാവോണിൻ്റെ സ്റ്റാഫായ കാങ് ആണ് അബദ്ധത്തിൽ കോൾ അറ്റൻഡ് ചെയ്തത്. കോൾ അറ്റൻഡ് ചെയ്തതിന് സാവോൺ അയാളെ വഴക്ക് പറയുകയും ചെയ്യുന്നത് ഇവർ ഫോണിലൂടെ കേൾക്കുന്നുണ്ട്. അതിനുശേഷമാണ് അവൻ ഫോൺ വാങ്ങി സംസാരിച്ചു തുടങ്ങിയത്. ഇത്തവണ കിഡ്നാപ്പർ ഭാര്യയെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു പേടിപ്പിക്കാതെ ഇനി അവളെ കൊന്നിട്ട് നീ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്യുന്നു. ഇപ്പോൾ ശരിക്കും തകർന്നു പോയത് ഹിജു ആണ്. കിഡ്നാപ്പറും ആകെ വയലന്റായി പ്രതികരിക്കുന്നു. സാവോണിനെ ഈ സമയം തീവ്രവാദികൾ ഒത്തുതീർപ്പ് ചർച്ചയ്ക്കായി ശ്രമിക്കുന്നുണ്ട് എന്ന് അസിസ്റ്റന്റ് വന്ന് അറിയിക്കുന്നതിനാൽ ഫോൺ അവിടെ വെച്ചിട്ട് അവൻ പുറത്തേക്ക് പോകുന്നു. ഇനി കോൾ അറ്റൻഡ് ചെയ്യരുത് എന്ന് കാങ്ങിന് നിർദ്ദേശം നൽകിയിട്ടാണ് അവൻ പോയത്. അതുകൊണ്ട് പിന്നീട് കോൾ വന്നിട്ടും ആരും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. താൻ മരിച്ചാൽ പോലും സാവോണിന് ഒരു പ്രശ്നവുമില്ല എന്ന ചിന്ത കുറച്ച് സമയത്തേക്ക് ഹിജുവിൻ്റെ മനോനില തന്നെ തെറ്റിച്ചു എന്ന് പറയാം. അവൾ വണ്ടിയുടെ സ്പീഡ് ഭയങ്കരമായി കൂട്ടുന്നു. ഇത്തവണ കിഡ്നാപ്പർ ശരിക്കും പേടിക്കുന്നുണ്ട്. അവൻ അവളെ തടയാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ വണ്ടി ചെറുതായിട്ട് ആക്സിഡന്റ് ആവുന്നു. സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് അവൾക്ക് കുഴപ്പങ്ങളൊന്നും പറ്റുന്നില്ല. പക്ഷേ അയാളുടെ തല ചെയ്യുന്ന സൈഡിലിടിച്ച് അവൻ്റെ ബോധം പോകുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഹോസ്റ്റേജുകളെ വിട്ടയച്ചിരിക്കുന്നതിനെ പറ്റിയുള്ള ന്യൂസും അവൾ വണ്ടിയിലെ റേഡിയോയിലൂടെ കേൾക്കുന്നു. സാവോണിന്റെ മിടുക്ക് കാരണമാണ് ഇത് സാധിച്ചത് എന്ന് പറഞ്ഞ് അവനെ പുകഴ്ത്തുന്നതും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവൻ പ്രസ് മീറ്റ് നടത്തുന്നതുമെല്ലാം ഹിജുവിന് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഈ പ്രശ്നം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ സാവോൺ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുന്നുണ്ട്. കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് അവൻ ഇപ്പോഴും കരുതുന്നതെങ്കിലും മനസ്സിൽ എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ തോന്നുന്നതിനാലാണ് അവനന്ന് നേരത്തെ ഇറങ്ങിയത്. പാർക്കിംഗ് ഏരിയയിൽ വെച്ച് നേരത്തെ പ്രസ് മീറ്റിന് വന്ന പത്രക്കാരിൽ ഒരാളെ അവൻ മീറ്റ് ചെയ്യുന്നുണ്ട്. ഹോക്ജിൻ എന്നാണ് അയാളുടെ പേര്. അന്ന് ഒരു റിപ്പോർട്ടർ പബ്ലിഷ് ചെയ്ത കുറച്ച് ഫോട്ടോസ് ഇഷ്ടപ്പെടാത്തത് കാരണം അവൻ ഡിലീറ്റ് ചെയ്യിച്ചിരുന്നല്ലോ. അത് ഈ ഹോക്ജിൻ പോസ്റ്റ് ചെയ്ത ഫോട്ടോസ് ആയിരുന്നു. ഇവർ തമ്മിൽ അല്ലാതെയും ചെറിയ ഫ്രണ്ട്സ് ആണ് എന്ന് പറയാം. ആ സ്വാതന്ത്ര്യത്തോടെ അവൻ്റെ അടുത്ത് ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഹോക്ജിൻ ചോദിക്കുന്നുണ്ടെങ്കിലും അവനത് നിരസിക്കുന്നു. താൻ പോസ്റ്റ് ചെയ്ത ഫോട്ടോസ് എന്തിനാണ് ഡിലീറ്റ് ചെയ്തത് എന്നും ഹോക്ജിൻ അവനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ സാവോൺ അതിനൊന്നും റിപ്ലൈ നൽകാതെ വണ്ടി വിട്ടു പോകുന്നു. പക്ഷെ കുറച്ച് മുന്നോട്ട് പോയ ശേഷം അവൻ റിവേഴ്സ് എടുത്ത് നല്ല സ്പീഡിൽ പുറകിലേക്ക് വരുന്നുണ്ട്. തന്നെ ഇടിച്ചിടാൻ വരികയാണ് എന്ന് പേടിച്ച് ഹോക്ജിൻ ഒരു സൈഡിലേക്ക് ഒഴിഞ്ഞു മാറുന്നു.
സാവൻ വണ്ടി അവൻ്റെ അടുത്ത് കൊണ്ട് നിർത്തിയിട്ട് വണ്ടിയിൽ കയറാൻ പറയുന്നു. അങ്ങനെ കുറച്ച് സമയം അവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നുണ്ട്. ഭയങ്കര സ്പീഡിലാണ് സാവൻ വണ്ടി ഓടിക്കുന്നത്. ഹ്യോക്ജിൻ ജീവനെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ആകെ പേടിച്ച് നിലവിളിച്ചുകൊണ്ടാണ് ആ വണ്ടിക്കുള്ളിൽ ഇരിക്കുന്നത്. സാവോൻ അന്ന് വന്ന ആ കിഡ്നാപ്പറുടെ നമ്പർ എടുത്ത് അവനെ കാണിച്ചിട്ട് അത് ഓർത്ത് വെക്കാൻ പറയുന്നു. എന്നിട്ട് ആ നമ്പർ ട്രേസ് ചെയ്യാനും ആവശ്യപ്പെടുന്നുണ്ട്. അതൊരു വോയിസ് ഫിസിംഗ് കോൾ ആണ് എന്നാണ് തൻ്റെ സംശയം എന്നും അവൻ പറയുന്നു. നമ്പർ ഹ്യോക്ജിൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ റോഡിലൊരിടത്ത് വണ്ടി നിർത്തി അവനെ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ടാണ് സാവോൻ പോയത്.